നമുക്കിത് കംപ്ലീറ്റ് ആക്കിയാലോ. കംപ്ലീറ്റ് സീരീസ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇവിടെ നോക്കുക 0, 2, 6, 12, 20. അപ്പോൾ നെക്സ്റ്റ് സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം. നോക്കുക 0 മുതൽ 2 വരെ. അപ്പോൾ 2 കൂടി 6 ആകുവാനായിട്ട് 4 കൂടി 12 ആകുവാനായിട്ട് 6 കൂടി 20 ആകുവാനായിട്ട് 8 കൂടി. ഇപ്പോൾ 2, 4, 6, 8 ഈ ക്രമത്തിലാണ് കൂടുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത എത്ര കൂടണം? 10 കൂടണം. അപ്പോൾ 20 10 കൂടിയാൽ ആൻസർ എത്രയാണ്? 30. ഇതാണ് നമ്മുടെ ആൻസർ. ഈ രണ്ടാമത് നോക്കാം 1, 8, 27, 64. ഇവിടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ കാണാമല്ലോ. എന്താണ്? 1ൻ്റെ ക്യൂബാണ് 1. ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? 1 × 1 × 1 സമം 1. ഇവിടെ 8 എന്ന് പറയുന്നത് 2ൻ്റെ ക്യൂബാണ്. 2 × 2 × 2. 2 2 4, 4 2 8. ഓക്കെ. 27 എന്ന് പറയുന്നത്, അപ്പോൾ 1 എന്ന് പറയുന്നത് 1ൻ്റെ ക്യൂബാണ്. ഇത് 2ൻ്റെ ക്യൂബാണ്. ഇത് 3ൻ്റെ ക്യൂബാണ്. ഇത് 4ൻ്റെ ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 5ൻ്റെ ക്യൂബല്ലേ? 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞേക്കറിയാം 5 × 5 × 5 നമുക്ക് പറയാം. അത് 125. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആൻസർ. ഇനി മൂന്നാമത്തെ ആൻസർ എളുപ്പമല്ലേ? നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാമല്ലോ. ABC, BCD, CDE. അടുത്ത എന്തായിരിക്കും? ABC. അടുത്ത BCയിൽ തുടങ്ങി BCD. അടുത്ത CDയിൽ തുടങ്ങി CDE. അടുത്ത ഏതിൽ തുടങ്ങും? DEയിൽ തുടങ്ങി DEF. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഇതേപോലെയുള്ള സീരീസുകളൊക്കെ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തൊക്കെ പഠിക്കണം. ഓക്കെ.